Hello. Welcome to Market Discussion of the Day. Today, March 4th, 2025, Tuesday ആണ്. സോ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പ്രത്യേകിച്ച് ഒരു ന്യൂസും ഇല്ല. അത് മാത്രമല്ല പൊളിറ്റിക്കലായിട്ടും ഒരു ന്യൂസും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത. അതുകൊണ്ടിട്ട് തന്നെ ഇന്നൊരു വളരെ സ്ലോ മൂവ്മെൻ്റ് ആവാനാണ് കൂടുതൽ പോസിബിലിറ്റി ഉള്ളത്. മാർക്കറ്റ് ഭയങ്കരമായൊരു മൂവ്മെൻ്റ് ഒന്നും കാണിക്കാതെ ഒരു വളരെ സ്ലോ മൂവ്മെൻ്റ് ആയിട്ട് പോകാനായുള്ള പോസിബിലിറ്റിയാണ് മാർക്കറ്റ് ഇന്ന് കാണിക്കുന്നതെന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പം ഇന്ന് നമ്മൾ നേരെ നമ്മളുടെ JPYയിലോട്ട് പോകുമ്പോൾ JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത് 149.272 ഓക്കെ. സോ ഇന്നലെ നമ്മളുടെ മാർക്കറ്റ് ഡിസ്കഷൻ്റെ സമയത്ത് ഓൾമോസ്റ്റ് ഈ ഒരു 150 ആയിരുന്നു ആക്ച്വലി മാർക്കറ്റ് നിന്നത്. ഓക്കെ. സോ അവിടുന്ന് ഞാൻ ഈ ഒരു ക്യാൻഡിൽ 150 അവിടെ നിന്ന് എടുത്തോളാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എടുത്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ചിലപ്പം ഞാനിപ്പം 8 മണിക്ക് ഇവിടെ രാവിലെ 8 മണിക്ക് ഇടുന്ന ഒരു വീഡിയോ ചിലപ്പോൾ ആൾക്കാർ കാണുന്നത് ഉച്ചയ്ക്കായിരിക്കാം, വൈകുന്നേരമായിരിക്കാം. സോ അങ്ങനത്തുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഓപ്പർച്യൂണിറ്റി മിസ്സായിട്ടുണ്ടാവാം. പക്ഷേ 150 അടുത്തെടുത്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആക്കി ഓൾമോസ്റ്റ് ഒരു 100 പിപ്പിൻ്റെ മുകളിലുള്ള ഒരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഓക്കെ. സോ അതിനുശേഷം മാർക്കറ്റ് താഴോട്ട് പോയി 150 സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. അതിനുശേഷം മാർക്കറ്റ് ഇപ്പോൾ 149.288 എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ നിൽക്കുന്നു. സോ ഇപ്പം എന്തെങ്കിലും തീരുമാനം എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എടുക്കേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. 150 അടുത്ത് വെച്ച് കിട്ടിയാൽ 150 ബ്രേക്ക് ചെയ്യാതെ മുകളിലോട്ട് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ നമുക്ക് ഉറപ്പായിട്ടും അവിടുന്ന് വീണ്ടും ഒരു സെല്ല് എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 150.60 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് സെല്ല് എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സോ അതേപോലെ നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പണിംഗ് 150 താഴെയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നമുക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. JPY ഇപ്പോഴും 150 എന്ന് പറയുന്നൊരു ജംഗ്ഷനാണ്. ഓക്കെ. ഒന്നെങ്കിൽ 150 സപ്പോർട്ട് എടുത്ത് 162 വരെയുള്ള ഓൾ ടൈം ഹൈ അടിക്കാം, അല്ലെങ്കിൽ 150 താഴോട്ട് പോയി 142 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ളതാണ് JPYയിലെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഒരു മൂവ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. സോ അതുകൊണ്ടിട്ട് ഞാൻ ഒരു കാരണവശാലും മാർക്കറ്റിൽ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഒന്നും സജസ്റ്റ് ചെയ്യുന്നില്ല. നാളെ എടുക്കുന്നതായിരിക്കും ബെറ്റർ. എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് 150 സെല്ലെടുക്കാം. 150 മുകളിലായിട്ട് ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ കയറി കഴിഞ്ഞാൽ അവിടുന്ന് ബൈ എടുത്തുകൊണ്ട് ഇത് ചെയ്യാം. പക്ഷേ ഒരു ഉറപ്പുള്ളൊരു തീരുമാനം എടുക്കാനാണെന്നുണ്ടെങ്കിൽ നാളെ വരെ വെയിറ്റ് ചെയ്യുക. നാളെ മാർക്കറ്റ് എവിടെയാണോ ക്ലോസ് ചെയ്യുന്നത്, 150 താഴെയാണോ മുകളിലാണോ എന്ന് ക്ലോസ് ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്കൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ്. ഓക്കെ. സോ കമ്മിങ് ടു യൂറോ ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്ത് 1.04837 സോ ഇന്നലെ നമ്മളെ മാർക്കറ്റ് ഡിസ്കഷൻ്റെ ടൈമിൽ ഞാൻ ഈ ഒരു ക്യാൻഡിലായിരുന്നു. ഓക്കെ. സോ ഈ ക്യാൻഡിൽ അപ്പം തന്നെ ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഒരു 100 പിപ്പിൻ്റെ മുകളിൽ 100 പിപ്പിൻ്റെ മുകളിലായിട്ട് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് ഒരു ലോട്ടിൽ ട്രേഡ് ചെയ്ത ആൾക്കാർക്ക് $1000 പ്രോഫിറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയൊരു മെറിറ്റ്. ഓക്കെ. സോ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇന്നലെ ആക്ച്വലി യൂറോയിനകത്തുള്ളത്. സോ ഇനി നമുക്ക് താഴെ കിട്ടിക്കഴിഞ്ഞാൽ 1.0400 അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഈവൻ 1.04550 ആ റേഞ്ചിൽ കിട്ടിയാൽ പോലും ചെറിയ ലോട്ട് ബൈ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ. സോ ഇതാണ് എനിക്ക് യൂറോയിൽ പറയാനുള്ളത്. യൂറോയിലൊന്നും നമുക്ക് പൊളിറ്റിക്കലായിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല. നേരെ നമ്മൾ GBP നോക്കുകയാണെങ്കിൽ GBP നമ്മൾ ഇന്നലെ മാർക്കറ്റ് ടൈമിങ്ങിൽ ഈ ഒരു ടൈമിങ്ങിൽ മാർക്കറ്റ് ഡിസ്കഷൻ്റെ ടൈമിങ്ങിൽ ഈ ക്യാൻഡിലായിരുന്നു 1.258 ആ റേഞ്ചിൽ നിൽക്കുന്ന ക്യാൻഡിലായിരുന്നു. ഞാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈ ചെയ്യാനായിട്ട്. അങ്ങനെ ബൈ ചെയ്തിട്ടുള്ള അവർക്കും കിട്ടിയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു 100 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് അവർക്കും കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ. സോ അതിലും ഓൾമോസ്റ്റ് 100 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. $1000 ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക്. സോ ഇന്ന് നമുക്ക് മാർക്കറ്റ് റീട്രേസ് ചെയ്ത് 1.2600 അടുത്ത് കിട്ടുകയാണെങ്കിൽ അവിടുന്ന് വേണമെങ്കിൽ വീണ്ടും നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 1.2560 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിചാരിച്ച് തന്നെ ട്രേഡ് ചെയ്യാനായിട്ടുള്ള കാര്യം നോക്കുക. കാരണം വേറൊന്നുമല്ല, എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ മാർക്കറ്റ് 1.2500 എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ട്, ആ ഒരു റെസിസ്റ്റൻസ് വളരെ പെട്ടെന്നായിരുന്നു അത് ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയത്. സോ അത് ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയി മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് 1.2600 മുകളിലായിട്ടുമാണ്.
ഓക്കെ. സോ ഒന്നും കൂടെ 1.2500 എത്തും എന്നുള്ള എൻ്റെ ഒരു തോന്നലായിരിക്കാം അത്. ഓക്കെ. സോ അതുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് എന്തായാലും എന്തായാലും ഇടണമെന്ന് പറയുന്നത്. സോ 1.25 കിട്ടിക്കഴിഞ്ഞാൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാന്ന് വിചാരിച്ച് അവിടുന്ന് ബെറ്റർ കൂടുതൽ ലോട്ടുകൾ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ. സോ നേരെ നമ്മളുടെ എന്താ പറയുക, ഗോൾഡിലോട്ട് നമ്മൾ വരുമ്പോൾ ഗോൾഡ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല മുകളിലാണ്, 2898. ഗോൾഡ് അപ് ട്രെൻഡ് തന്നെയാണ്, നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഗോൾഡ് അപ് ട്രെൻഡ് തന്നെയാണ്. സോ ഇപ്പോൾ എന്താണ് തീരുമാനം എടുക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2882 എന്ന് പറയുന്ന ഒരു ജംഗ്ഷനായിട്ടെടുത്ത് അവിടെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് ഗോൾഡിൽ പറയാനായിട്ടുള്ളത്. 2880 ആ റേഞ്ചിൽ നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഗോൾഡിലുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്. ഓക്കെ. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അധികം, അതായത് ഇന്ന് സ്ലോ മൂവ്മെൻ്റ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് തന്നെ അധികം നമുക്ക് ഭയങ്കരമായ പ്രതീക്ഷയൊന്നും വെക്കണ്ട. ഒരു 910 എന്ന് പറയുന്ന റേഞ്ചിലായിരിക്കാം, 2880 to 2910 വരെയൊക്കെ ആയിരിക്കാം മാക്സിമം ഇന്ന് പോകാൻ ചാൻസ് ഉള്ളത്. സപ്പോസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് 2930 എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 38 മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. അതേപോലെ തന്നെ 2880 കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈയും ചെയ്തുകൊണ്ട് മാർക്കറ്റിനെ സമീപിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ എനിക്ക് ഗോൾഡിനകത്തും പറയാനായിട്ടുള്ളൊരു കാര്യം. ഓക്കെ. സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിനകത്ത് മെയിനായിട്ട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും എന്താ പറയുക, എല്ലാ ട്രേഡ്സും സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ചെയ്യുക. നമ്മളുടെ അടുത്ത ബാച്ച്, ഞാൻ അതിനെക്കുറിച്ച് പറയാൻ മറന്നുപോയി, ഇന്നത്തെ ദിവസമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് ബാച്ച്. ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ ഉറപ്പായിട്ടും കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.